സ്റ്റോപ്പ് ഇറ്റ്, ഡേവിഡ് ഉച്ചത്തിൽ ഫ്രണ്ടിലുള്ള ഡെസ്കിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു. അവന് ഓരോ നിമിഷവും ദേഷ്യം കൂടുകയായിരുന്നു കേട്ടോ. ആവണയുടെ കലങ്ങിയ മുഖം കാണുമ്പോൾ. ഇനി താനൊന്നും പറയണ്ട. താൻ ആരെന്നാ തൻ്റെ വിചാരം? അല്ല, ഞാനെപ്പോഴാണ് തന്നെ എൻ്റെ പി ആയിട്ട് സ്ഥിരപ്പെടുത്തിയത്? അല്ല, അങ്ങനെ പെടുത്തിയെന്ന് തന്നോട് ആരാണ് പറഞ്ഞത്? ഡേവിഡ് ചോദിച്ചു. അത് സാർ. എന്ത് ധൈര്യത്തിലാടി നീ ഇവിടെ വന്ന് ഇപ്പോൾ ഇങ്ങനൊരു ഷോ ഇറക്കിയത്? പറയാൻ, ഡേവിഡ് അലറിക്കൊണ്ട് പ്രിയയോട് ചോദിച്ചു. പ്രിയ ഒന്നും പറയാൻ കഴിയാതെ നിന്നുപോയി. അവളുടെ ആ നിൽപ്പ് കാണവേ ഡേവിഡിന് ദേഷ്യം ഇരച്ചു കയറി. തൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലൊരു തെറ്റ് പറ്റിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഇനി തൻ്റെ ഭാഗത്തു നിന്ന് വരെ മിസ്റ്റേക്കും വന്നാൽ ഇനി ഇവിടെ ഉണ്ടാവില്ല താനെന്ന്. അയ്യോ സർ, എന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിടരുത്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാനിനി ഒരിക്കലും ആവണിയോട് മോശമായിട്ട് ഒന്നും പറയില്ല. പ്ലീസ് സർ. പ്രിയ കെഞ്ചി. ഇനി നീ എന്തെല്ലാം പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമില്ല. നിന്റെ സേവനം ഇനി ഈ കമ്പനിക്ക് ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് ഡിസ്മിസ് ലെറ്റർ വാങ്ങിക്കൊണ്ട് പൊക്കോണം ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന്, ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു. ഇനി താൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായതും പ്രിയ അവിടെ നിന്ന് പോവാൻ നിന്നു. എന്നാൽ പോകുന്നതിന് മുമ്പ് അവൾ ആവണയോ ഒന്ന് ദൂഷിച്ച് നോക്കിയിട്ടാണ് ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഡേവിഡിൻ്റെ ക്യാബിനിൽ നിന്ന് അവൻ്റെ അലർച്ച എല്ലാ സ്റ്റാഫുകളും കേട്ടിരുന്നു കേട്ടോ. പ്രിയൻ്റെ ഫ്രണ്ട്സ് എല്ലാം പകച്ചു പോയിരുന്നു. എന്നാൽ അവർക്കാർക്കും അങ്ങോട്ട് പോകാനുള്ള ധൈര്യമില്ലായിരുന്നു. കാരണം പ്രിയ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ കുറച്ച് കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു കേട്ടോ. പ്രിയ ക്യാബിൽ നിന്ന് ഇറങ്ങി വന്നതും എല്ലാ സ്റ്റാഫുകളും അവളെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. എല്ലാവർക്കും കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായി അവളുടെ മുഖത്ത് നിന്ന്. അഞ്ജുവും ദീപക്കും അവളെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ആക്കിയ ചിരി ചിരിച്ചു. ആ ചിരിച്ചപ്പോൾ അവൾക്ക് ആവണിയോടുള്ള ദേഷ്യം കൂടുതലായി. കാരണം എന്താ? അഞ്ജുവും ദീപക്കും ആവണിയുടെ ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ട്. അവൾ പല്ല് കടിച്ചു. അവൾ പുറത്തേക്ക് എത്തി അല്പസമയം കഴിഞ്ഞതും മാനേജർ സുധീർ വന്ന് അവൾക്ക് ഡിസ്മിസൽ ലെറ്റർ കൊടുത്തു. ഡിസ്മിസ് ലെറ്റർ വാങ്ങി പ്രിയ വേഗത്തിൽ ഓഫീസിൽ നിന്ന് പോയി. അവൾക്ക് പിന്നാലെ അവൾ 2 ഫ്രണ്ട്സും ആയ അമലും പവിത്രയും ഓടി. പ്രിയ നിന്നേ, എന്താ സംഭവിച്ചേ? എന്തിനാ സാർ നിന്നെ ഷൗട്ട് ചെയ്തേ, ഡിസ്മിസ് ചെയ്തേ? അവർ ചോദിച്ചു. ഞാനേ ആ അനാഥ പെണ്ണിനോട് സംസാരിക്കുന്നത് ഡേവിഡ് സാർ കേട്ടു വന്നതാ. ഞാൻ അവളുടെ സ്ഥാനത്തെ പറ്റി ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അത് അങ്ങേർക്ക് ഇഷ്ടമായില്ല. പിന്നെ ഞാൻ സാറിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അതൊക്കെ കേട്ടപ്പോൾ അയാൾക്ക് കലി കയറി. കടുവ എന്നെ വലിച്ചു കയറിയില്ലെന്നേ ഉള്ളൂ, അവൾ അമർഷത്തോടെ പറഞ്ഞു. ആണോ? പിന്നെ നീ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് പോയാൽ നിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഇത്ര നല്ല സാലറിയും ജോലിയൊന്നും കിട്ടില്ലല്ലോ, അമൽ പറഞ്ഞു. എന്നാലും സാർ നിന്നെ ഡിസ്മിസ് ചെയ്തല്ലോ. ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ചെറിയൊരു വാണിംഗ് തരായിരുന്നില്ലേ? അതെങ്ങനെയാ? സാറിൻ്റെ പുന്നാര അസിസ്റ്റൻറ്റിനെ പറഞ്ഞാൽ അയാൾക്ക് പുള്ളിക്കാണും, പല്ലുകൾക്ക് അടിച്ചമർത്തിക്കൊണ്ട് പവിത്ര പറഞ്ഞു. എല്ലാത്തിനും കാരണക്കാരി ആവണിയാ. എന്തായാലും ശരി, ആവണിയെ അധികകാലമൊന്നും ഞാൻ ഈ ഓഫീസിൽ വെച്ച് വാഴിക്കില്ല. അവളെ ചേർത്ത് പിടിച്ച് ആ ഡേവിഡ് തന്നെ അവളെ പിടിച്ച് പുറത്താക്കും എന്ന് പറഞ്ഞ് പ്രിയ അവിടെ കിടന്ന് അലറി. ഇതേ സമയം ഓഫീസ് ക്യാബിലാവട്ടെ മറ്റൊരു സംഭവം നടക്കുകയായിരുന്നു കേട്ടോ. ഡേവിഡ് പ്രിയ പോയതും ആവണിയുടെ അടുത്ത് ചെന്ന് അവളുടെ കൈ പിടിച്ച് അവൻ്റെ നേരെ നിർത്തി. നീ ആരാ? ആവണിയെ അവൻ ചോദിച്ചത് മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി. നീ എന്താ വല്ല കണ്ണീർ സീരിയലിലെ നായികയാവുകയാണോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ തന്നെ ഇരുന്ന് മോങ്ങാൻ നടക്കുന്നു അവള്. അല്ല, നിന്റെ വായിൽ നാക്കൊന്നുമില്ലേ? അവൾ ഇവിടെ നിന്ന് കിടന്ന് ഇത്രയും പറഞ്ഞപ്പോൾ അതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുന്നു. നിനക്കെന്തോ ഒന്നും പറയാനില്ലേ? ദേഷ്യത്തോടെ ഡേവിഡ് ചോദിച്ചു. ഇല്ല സർ, എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ സാറുടെ ആരാണ്? സാർ എന്തിനാ എന്നെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ആവണി മുഖമുയർത്തിക്കൊണ്ട് ഡേവിഡിനോട് ചോദിച്ചു. സാറ് പറഞ്ഞല്ലോ സാർ ഞാൻ സ്പെഷ്യലാണെന്ന്. ഈ സ്പെഷ്യൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ സാർ? എനിക്കറിയണം, പറ സാർ. നിനക്ക് ഇതുവരെ എനിക്ക് നീ ആരാണെന്ന് മനസ്സിലായിട്ടില്ലേ? ഇല്ല,
എനിക്കൊന്നും അറിയില്ല. സാർ തന്നെ എന്നോട് പറയണം ഞാൻ സാറിന് ആരാണെന്ന്. എനിക്ക് ഇനിയും ഇങ്ങനെ വയ്യ സാർ എന്നെ കെയർ ചെയ്യുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും എന്നെ നോക്കുന്നൊരു രീതിയുണ്ടല്ലോ, അത് കാണുമ്പോഴേ നെഞ്ച് പിടയാം. പക്ഷെ ഞാൻ അവരെയൊന്നും വില വയ്ക്കുന്നില്ല. ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ എൻ്റെ മനസ്സാക്ഷിയോട് പറഞ്ഞൊപ്പിക്കാൻ എനിക്കൊരു ഉത്തരം വേണ്ടേ? ഉറപ്പിക്കാവുന്ന ഒരു ഉത്തരം. വലിയ ബിസിനസ്മാൻ ഡേവിഡ് മാത്യുവിൻ്റെ ഈ പി എ ആയ ആവണി വെറും പി എ മാത്രമാണോ എന്നതിൻ്റെ ഉത്തരം വേണോ എനിക്കിന്ന്? ഇടറിയ ശബ്ദത്തോടുകൂടി ആവണി ഡേവിഡിനോട് ചോദിച്ചു. ആവണി പറഞ്ഞു തീർന്നതും ആവണിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഡേവിഡ് അവളോട് ചോദിച്ചു, ഓക്കെ, നീ ആരാണ്, എനിക്ക് എന്നെ അറിയണം, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡേവിഡ് അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന ചെയിൻ അഴിച്ചു. ഡേവിഡ് ആ ചെയിനിലെ കുരിശുലോകത്തിൽ ഒന്ന് മുത്തമിട്ട ശേഷം ആ മാല അവളുടെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തു. ആവണി ഡേവിഡ് തൻ്റെ കഴുത്തിൽ ആ മാല അണിയിച്ചത് കണ്ട് അവനെ ഒന്ന് ഞെട്ടലോടെ നോക്കി. ഇത് എനിക്ക് എൻ്റെ അമ്മച്ചി അണിയിച്ചു തന്നതാണ്. അമ്മച്ചി എനിക്ക് തന്നതിന് ശേഷം ഞാൻ ഒരിക്കലും തഴിച്ചു മാറ്റിയിട്ടില്ല. ഇത് ഞാൻ നിനക്ക് തരികയാണ്. ഇതിനി നിൻ്റെ കഴുത്തിൽ കിടന്നാൽ മതി. ഇനിയും നീ എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഡേവിഡ് അവൻ്റെ സീറ്റിലേക്ക് പോയി ഇരുന്നു. എന്നിട്ട് അവളെ മെയിൻ ചെയ്യാണ്ട് ഫോണിൽ എന്തോ നോക്കി തുടങ്ങി. ആവണി ഒന്ന് ഡേവിഡിനെ നോക്കി. അവൾ അവൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. അവനെ വിളിച്ചു, സാർ. അവൻ നോക്കുന്നില്ല എന്ന് കണ്ടതും അവൾ മെല്ലെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. സാർ. ഒന്നും കൂടി അവൾ അവനെ വിളിച്ചു നോക്കി. പക്ഷേ ഡേവിഡ് ആവട്ടെ അവൾ വിളിച്ചത് കേൾക്കാത്ത പോലെ തന്നെ ഇരുന്നു, ഗൗരവമേറിയ അവൻ്റെ മുഖവും വെച്ചിട്ട്. കുറച്ചു നേരം കൂടി അവൾ അവിടെ തന്നെ നിന്നു, അവനെ തന്നെ നോക്കിയിട്ട്. എന്നിട്ടും അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല ഡേവിഡ്. കടുവയല്ലേ, അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അവളെ നോക്കാതെ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. അവൾക്ക് നല്ലോണം വിഷമമായിട്ടോ. ഡേവിഡ് അവളെ മെയിൻറ്റ് ചെയ്യാണ്ടിരുന്നപ്പോൾ അവൾക്ക് സങ്കടം കൂടി വന്നപ്പോൾ അവൾ അവളുടെ സീറ്റിലേക്ക് തന്നെ പോവാൻ തീരുമാനിച്ചു. അങ്ങനെ പോവാനായി നിന്നതും ഡേവിഡ് അവളെ വലിച്ച് അവൻ്റെ മടിയിലേക്ക് ഇരുത്തി. അവൾ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ കൈകൾ അവളുടെ നഗ്നമേറിയ വയറിലൂടെ മുറുക്കി പിടിച്ചു. അവൾ പെട്ടെന്ന് അവൻ്റെ കണ്ണിലേക്ക് നോക്കി. ആ പീലികൾ നിറഞ്ഞ കണ്ണിലേക്ക് നോക്കുന്തോറും അവൾക്കെന്തോ അവളെ തളർത്തുന്ന പോലെ തോന്നി. അവൾ മുഖം താഴ്ത്തി അവൻ്റെ മടിയിലേക്ക് തന്നെ ഇരുന്നു. അവൻ അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്തിരുത്തി. എന്നിട്ട് അവൻ കുറച്ചു നേരം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അവൾക്കെന്തോ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവൾ തല താഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഡേവിഡ് അവളുടെ മുഖത്ത് നോക്കി ഓരോന്നും വീക്ഷിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കരഞ്ഞതുകൊണ്ട് തന്നെ മുഖമാകെ തുടുത്തിട്ടുണ്ടായിരുന്നു. കണ്ണുകളിൽ കണ്ണീർ തുള്ളികൾ ഇപ്പോഴും ഉണ്ട്. ചുണ്ടാണെങ്കിൽ നല്ലോണം വിറയ്ക്കുന്നും ഉണ്ടായിരുന്നു. അവനുണ്ടായ ദേഷ്യം മുഴുവനും അവളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴൊക്കെ എങ്ങോട്ടോ മാഞ്ഞു പോകുന്ന പോലെ തോന്നി അവന്. അവളാണ് അവൻ്റെ ദേഷ്യത്തിനുള്ള മരുന്ന്. അവൻ അവളുടെ വലത് കൈ അവൻ്റെ കൈയോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവൻ്റെ ഇളം ചുണ്ടിലേക്ക് അടുപ്പിച്ചു. എന്നിട്ട് കൈപ്പത്തിയിൽ ഒരു ഉമ്മ കൊടുത്തു. അവൻ്റെ ആ പ്രവൃത്തിയിൽ തലതാഴ്ത്തി നിന്ന അവൾ പെട്ടെന്ന് അവനെ നോക്കി. അവളുടെ ഉണ്ടക്കണ്ണ് ഇപ്പം പുറത്തു വരും എന്ന അവസ്ഥയിലായിരുന്നു. അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയ ഫീലായിരുന്നു. അവൾ അങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ ഡേവിഡിന് ഒരു കുസൃതി നിറഞ്ഞ ചിരിയോടെ അവളോട് ചോദിച്ചു, എന്നാടി നിനക്ക് ഞാൻ കിസ് ചെയ്തത് ഇഷ്ടമായില്ലേ? അവൾ പെട്ടെന്ന് എന്താ പറയേണ്ടത് എന്നറിയാതെ നിന്നുപോയി. അവളൊന്നും മിണ്ടിയില്ല. അവൾ അങ്ങനെ മിണ്ടാതിരുന്നത് കണ്ടപ്പോൾ അവൻ ഒന്നും കൂടി അവളുടെ കൈപ്പത്തിയിൽ അമർത്തി ചുംബിച്ചു. എന്നിട്ട് ആ കൈ അവൻ്റെ ഷോൾഡറിലേക്ക് ഇട്ടു. എന്നിട്ട് അവൻ്റെ 2 കൈ കൊണ്ടും അവളെ ഇറുക്കി പുണർന്നു. എടി പെണ്ണെ, നിനക്ക് ഇനി വല്ല ഡൗട്ടും ഉണ്ടോ? എനിക്കിപ്പോൾ മനസ്സിലായോ
ഈ ഡേവിഡ് മാത്യുവിന് നീ ആരാണെന്ന്? അവൻ്റെ ആ ചോദ്യം കേട്ടതും നമ്മുടെ ആവണിക്ക് ചെറുതായിട്ട് നാണമൊക്കെ വരാൻ തുടങ്ങി. അച്ഛോ, എൻ്റെ പെണ്ണിന് നാണം വരാണോ? അവൻ ചോദിച്ചു. എൻ്റെ പെണ്ണ് എന്ന് ഡേവിഡ് ഉച്ചരിച്ചത് അവനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവളെ എൻ്റെ എന്നൊക്കെ പറയാൻ ഒരാളുണ്ടായിരിക്കുന്നു എന്ന്. അത് അവള് ആഗ്രഹിച്ച അവളുടെ സ്വന്തം ഡേവിഡ് സാർ. അവളുടെ മനസ്സിലെ സന്തോഷത്തിൻ്റെ ഒരു ബാൻഡ് മേളം തന്നെ നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ആ മുഖം കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, നിനക്കറിയോ, നിങ്ങളുടെ ഈ കടുവയുടെ മനസ്സിൽ ആദ്യമായും അവസാനമായും കടന്നു വന്ന എൻ്റെ ഉറക്കം കെടുത്തിയ നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നിൽ ഏറ്റവും കൂടുതൽ നിറച്ച, വിട്ടുകൊടുക്കരുതെന്ന് ഞാൻ തീരുമാനിച്ച എൻ്റെ ഒരേ ഒരു പെണ്ണ്, ആ പെണ്ണാടി നീ. എന്ന് തൊട്ടാണോ നിന്നെ ഞാൻ കണ്ടേ? അന്ന് തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ കയറിക്കൂടിയതാ. എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒരുപാട്. കോളേജിൽ പലരും പിന്നാലെ നടന്നിട്ടുണ്ട്, എന്നാൽ എനിക്ക് അവരിൽ നിന്നൊന്നും തോന്നാത്ത ഒരിഷ്ടം നിന്നോട് മാത്രമാണ് തോന്നിയത്. പക്ഷേ ഞാനിപ്പോൾ നിന്നോട് അത് തുറന്നു പറയണമെന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ തന്നെയാണ്. അതുമല്ല, എനിക്കറിയാം എൻ്റെ പെണ്ണ് ജീവിതത്തിലെ ഒരു സന്തോഷവും നേരാവണ്ണം അനുഭവിച്ചിട്ടില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയുന്ന ആ ദിവസം ഒരു ആഘോഷമാക്കി തീർക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. താൻ എൻ്റേതാണെന്ന് ഈ ലോകത്തിനോട് വിളിച്ചു പറയണം. അതായത് ഈ ആവണി ഡേവിഡിൻ്റെ ആണെന്ന്. തനിക്ക് രക്ഷകനായി, താങ്ങായി, തണലായി എന്നും ഈ ഡേവിഡ് ഉണ്ടെന്ന്. പക്ഷെ ആ പ്രിയ എല്ലാം കുളമാക്കി. അവളുടെ ഒടുക്കത്തെ ഷോ എനിക്കറിയില്ല. ഇനിയും നമുക്ക് ആഘോഷിക്കാമല്ലോ, ഡേവിഡ് പറഞ്ഞു. നിന്റെ കഴുത്തിൽ ഈ കിടക്കുന്ന മാലയില്ലേ, അത് വെറും ഒരു മാലയല്ല, എൻ്റെ മിന്നാണ് എന്ന് തന്നെ നീ കണക്കാക്കിക്കോ. ഇനി ഒരു മിന്നും കൂടി ഞാൻ നിനക്ക് കെട്ടും. അത് എല്ലാവരുടെയും സമ്മതപ്രകാരം എല്ലാവരും കാണാവേ ആയിരിക്കും. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മുടെ ചെറിയൊരു കല്യാണം കൂടി തന്നെയാണ്, ഡേവിഡ് പറഞ്ഞു. അവൻ ഇതൊക്കെ പറയുമ്പോൾ അവനിക്ക് അതിശയവും സന്തോഷവും ഒരുപോലെ വന്നു കേട്ടോ. അവളുടെ മിഴികളിൽ വീണ്ടും നനവ് പടർന്നു. സന്തോഷത്തിൻ്റെയാണ്. എന്തിനാടോ താൻ വീണ്ടും കരയുന്നത്? അല്ല, ഞാൻ വിചാരിച്ച പോലെ തനിക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ലേ? ഡേവിഡ് ടെൻഷനായി പെട്ടെന്ന്. അവൻ്റെ മുഖത്ത് സന്തോഷം മാറി. കാരണം അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആവണി കാര്യമായിട്ട് തിരിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ അടുത്ത്. അത് കാണവേ അവന് നല്ലോണം ടെൻഷനായി. അതവൻ്റെ മുഖത്തും കാണായിരുന്നു. അത് കണ്ടപ്പോൾ ആവണി അവനെ നോക്കി ചിരിച്ചിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വീണു. എന്നിട്ട് അവനെ ഇറുക്കി പുണർന്നു. എന്നിട്ട് കുഞ്ഞു രോമങ്ങളുള്ള അവൻ്റെ നെഞ്ചിൽ അവളുടെ ചുണ്ടുകൊണ്ട് മധുരമേറിയൊരു ചുംബനം നൽകി. എന്നിട്ട് പറഞ്ഞു, ഐ ലവ് യു സാർ എന്ന്. അവൾ അങ്ങനെ പറഞ്ഞതും ഡേവിഡിന് നല്ല സന്തോഷമായി. എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടം. അർഹിക്കാൻ പാടില്ലാത്തതാണെന്ന് എനിക്കറിയാം. പക്ഷെ എപ്പോഴും ഞാനത് മറന്നുപോയി. എന്നെ ഒറ്റയ്ക്കാക്കല്ലേ എന്ന് അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡേവിഡ് അവളെ നെഞ്ചിൽ നിന്നും മാറ്റി. എന്നിട്ട് പറഞ്ഞു, ഇനി എന്തൊക്കെ വന്നാലും ശരി, ഞാൻ നിന്നെ വിട്ടുകളയില്ല. ഈ ഡേവിഡ് മാത്യുവിന് ജീവൻ ഉള്ളിടത്തോളം കാലം നീ മാത്രമായിരിക്കും എൻ്റെ പെണ്ണ എന്ന്. അവനത് പറഞ്ഞതും അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വീണു. രണ്ടാളും പരസ്പരം പുണർന്നു. അങ്ങനെ രണ്ടാളും അവരുടെ ഇഷ്ടം പറഞ്ഞു. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. എന്തെന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്.